കൂൺ അഥവാ മഷ്റൂം ഇന്ന് മലയാളിയുടെ ഏറെ പ്രിയപ്പെട്ട ഒരു വിഭവമാണ്. മഷ്റൂം പിക്കിൾ, മഷ്റൂം കട്ട്ലറ്റ്, മഷ്റൂം മസാല, മഷ്റൂം മഞ്ചൂരിയൻ എന്നിവയെല്ലാം യുവതലമുറയുടെ ഹരമായി തുടങ്ങിയതോടുകൂടി കൂൺ കൃഷിക്കുള്ള സാധ്യത വളരെയേറെ വർദ്ധിച്ചു വന്നു. കൂൺ കൃഷിയിൽ കാസർഗോഡ് കൃഷിവിജ്ഞാന കേന്ദ്രത്തിന് കൈവരിക്കാനായ ഒരു വിജയഗാഥയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത്. ചെങ്കള പഞ്ചായത്തിൽ ശ്രീമതി രാധാകുമാരിയും ഭർത്താവ് മോഹൻകുമാറും ചേർന്ന് നടത്തിവരുന്ന കീർത്തി മഷ്റൂം പ്രൊഡക്ഷൻ യൂണിറ്റ്. നെല്ലിത്തലാണ് എൻ്റെ വീട്, താമസം. കീർത്തി മഷ്റൂമാണ് സ്ഥാപനത്തിൻ്റെ പേര്. ഏറെക്കാലമായി കൂൺ കൃഷിയിൽ താല്പര്യമുണ്ടെങ്കിലും 2020 രാധയ്ക്ക് കാസർഗോഡ് കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ വച്ച് കൂൺ കൃഷിയുടെ ശാസ്ത്രീയ ബാലപാഠങ്ങൾ ലഭിക്കുന്നത്. ഈ 5 വർഷ കാലയളവിനിടയിലാണ് രാധ ഇത്ര മനോഹരമായ ഒരു കൂൺ കൃഷി യൂണിറ്റ് പടുത്തുയർത്തിയിരിക്കുന്നത്. ഞാൻ 5 വർഷത്തോളമായി കൂൺ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇത് KVK എന്നാണ് എനിക്ക് ഇതിൻ്റെ ക്ലാസ് കിട്ടിയത്. KVK എന്ന് 1 മാസത്തെ ക്ലാസ്സാണ് എനിക്ക് കിട്ടിയത് 2020. കൂൺ കൃഷിയിലെ ഓരോ ചുവടുവയ്പ്പിലും ഞങ്ങൾ രാധയ്ക്കൊപ്പമുണ്ട്. കാസർഗോഡ് കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റുകളുടെ അഭിപ്രായം തേടി തീർത്തും ശാസ്ത്രീയമായ രീതിയിലാണ് രാധ തൻ്റെ കൂൺ ഷെഡ് തയ്യാറാക്കിയിരിക്കുന്നത്. വീടിൻ്റെ ടെറസിന് മുകളിലായി 700 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഓട് മേഞ്ഞാണ് ഷെഡ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൂട് കുറവാണെന്നാണ് രാധയുടെ ഭർത്താവ് ശ്രീ മോഹൻകുമാറിൻ്റെ അഭിപ്രായം. മഷ്റൂം ഷെഡിന് മേളിൽ ഓടില്ലതുകൊണ്ട് നല്ല ചൂടത്ര അടിക്കുന്നില്ല. ഇപ്പം ഏറ്റവും നല്ലതാണ് ഓടിൻ്റെ ഷെഡാണ് ഏറ്റവും നല്ലത്. മഷ്റൂമിന് സ്ലാബിൻ്റെ പോലെ അല്ല, സ്ലാബിലൊക്കെ നല്ല ചൂടുണ്ടാകും, ഇതിലതൊന്നുമില്ല, ഏറ്റവും നല്ലതാണ്. കൂൺ കൃഷിയേക്കാൾ പ്രാധാന്യമുള്ളതാണ് കൂൺ വിത്തുൽപാദനം. പലപ്പോഴും നല്ല വിത്തിൻ്റെ ലഭ്യത കുറവാണ് കർഷകർ നേരിടുന്ന ഒരു വലിയ ബുദ്ധിമുട്ട്. എന്നാൽ രാധ തൻ്റെ പരിശ്രമം കൊണ്ട് ഒരു കൂൺ വിത്തുൽപാദന യൂണിറ്റും തൻ്റെ ടെറസിൽ സ്ഥാപിച്ചിരിക്കുന്നു. വിത്ത് കിട്ടുമ്പോൾ മാത്രമേ ഞാൻ ചെയ്തുകൊണ്ടുണ്ടായത് കൃഷി. പിന്നെ എനിക്ക് വിത്തിൻ്റെ പ്രോബ്ലം ഉണ്ടായി. അപ്പോൾ 2020-21 എനിക്ക് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഒരു സ്കീം കിട്ടി വിത്തിൻ്റെ. അപ്പോൾ അതിലൊരു യൂണിറ്റ് തുടങ്ങിയിട്ട് സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങി. അതിന് എല്ലാ സഹായവും എനിക്ക് കിട്ടിയത് ചെങ്കള കൃഷിഭവനും പിന്നെ ഹോർട്ടിക്കൾച്ചർ, ആത്മ, പിന്നെ ജില്ലാ മിഷൻ ഇവരെ സഹായത്തോടാണ് എനിക്ക് ഇതെല്ലാം ഞാൻ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നല്ല രീതിക്ക് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആവശ്യമില്ലവർക്ക് വിത്ത് കേട്ടാൽ അങ്ങനെയും ഞാൻ കൊടുക്കലുണ്ട്. സ്പോൺ അഥവാ കൂൺ വിത്തുൽപാദനത്തിൻ്റെ ഭാഗമായി ഒരു പ്രത്യേക പാകത്തിന് പുഴുങ്ങിയെടുത്ത നെല്ലിൻ്റെയോ മണിച്ചോളത്തിൻ്റെയോ വിത്തുകളെ ഈ ട്രേയിലിട്ട് ചൂടാറ്റിയ ശേഷം അതിൽ കാൽഷ്യം കാർബണേറ്റ് മിക്സ് ചെയ്ത് അവയെ പാക്കറ്റുകളാക്കി ഓട്ടോക്ലേവിലേക്ക് മാറ്റുന്നു. പുഴുങ്ങിയിട്ട് കൊണ്ടിട്ട് ഇതിലിടും. ഇവിടുന്നാണ് മിക്സാക്കിയിട്ട് പാക്കറ്റാക്കിയിട്ട് വിത്തിനെ ഓട്ടോക്ലേവിലേക്ക് ചൂടാക്കാനുണ്ട്, ആവിയിൽ വഹിക്കാൻ. അപ്പം അത് ആനത്തിനാണ് അവിടെ കൊണ്ടിട്ട് വെക്കുന്നത്. ഇതിലാണ് മിസ്സിങ് ഉള്ളു. ഓട്ടോക്ലേവിൽ 121 ഡിഗ്രി ചൂടിൽ 2 മണിക്കൂർ നേരം വേവിച്ച ശേഷം അവയെ ചൂടാറാനായി റാക്കുകളിൽ നിരത്തിയിട്ട ശേഷമാണ് മദർ സ്പോൺ ചേർക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു കൃഷിയാണ്. നമുക്ക് 1 മാസത്തിൽ നമുക്ക് വള കിട്ടുന്നു. നമുക്ക് 1 മാസം നമുക്ക് പൈസ നമ്മൾ ചിലവിട്ട് നമ്മുടെ കൈക്ക് കിട്ടുന്നു. അപ്പോൾ കുറച്ച് ജോലി കൂടുതൽ, നമുക്ക് ചിലവ് കുറവാണ്. അപ്പം നല്ലൊരു കൃഷി, ആർക്കും ചെയ്യാൻ എളുപ്പം ഇല്ല ഒരു കൃഷിയാണ്. ചെറിയ കുട്ടികൾക്കും മുതിർന്ന കുറച്ച് വയസ്സായമാർക്കും നല്ല ഇതാണ്. വൈക്കോലായതുകൊണ്ട് കുറച്ച് ജോലി കൂടുതലുണ്ട്. ഇപ്പോൾ പല്ലട്ടൊന്നും ഇറങ്ങിയത് കൊണ്ട് നമുക്ക് അതിന് ജോലി കുറച്ച് എളുപ്പമാണ്. അതുകൊണ്ട് ആർക്കും പ്രശ്നമില്ല. ഞാൻ ചെറിയൊരു മുറി ഉണ്ടായാൽ, ഒഴിഞ്ഞ മുറി ഉണ്ടായാൽ അതിൽ നമുക്ക് ചെയ്യാം വീട്ടാവശ്യത്തിന്. പിന്നെ അങ്ങനെ മുമ്പിലോട്ട് ഇതിന് എല്ലാവരും വരണം.
നമ്മളെ നാട്ടിന് വേണ്ടിയിട്ട് നല്ലൊരു ആഹാരമാണ്. ചിപ്പിക്കൂണാണോ പാൽക്കൂണാണോ കൃഷി ചെയ്യാൻ ഉത്തമം എന്ന സംശയത്തിന് രാധയുടെ അഭിപ്രായം ഇങ്ങനെയാണ്. കേരളത്തിലെ കാലാവസ്ഥക്ക് നല്ല പറ്റിയ കൂണാണ് ഇത്, ചിപ്പിക്കൂണാണ്. പിന്നെ മിൽക്കി കൂണ് പറ്റുന്നത് വേനൽക്കാലത്ത് ചൂട് കൂടുന്ന സമയത്താണ് അത് ചെയ്യല്, മിൽക്കിയത്. അപ്പം അത് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു. അപ്പം ചിലവർക്ക് അതിന് കഷ്ണം കിട്ടണം, അപ്പം മിൽക്കിയാണ് ചെയ്യുന്നവർ, അവർക്ക് വേണ്ടി മിൽക്കി. എൻ്റെ അനുഭവത്തിൽ വന്നത് ചിപ്പിക്കൂണാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം അത് നമ്മുടെ ശരീരം പാചകം ചെയ്യാനും എളുപ്പമാണ്, ഡ്രൈ ചെയ്ത് വെക്കാനും എളുപ്പം, നല്ല ഉണങ്ങിയിട്ട് പെട്ടെന്ന് കിട്ടും നമുക്ക്. അച്ചാർ ചെയ്യാനെല്ലാം നല്ലത് ചിപ്പിക്കൂണാണ്. പിന്നെ അതിന് ജോലി കുറവുണ്ട്. അപ്പോൾ മിൽക്കി കൂണങ്ങും അതിനൊരു കേസിങ് സോയിൽ എന്ന് പറഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞ പിന്നാണ് അത് ഇടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിയണമായിരുന്നു വള കിട്ടണമെങ്കിൽ. ഇത് ചെയ്തിട്ട് 25 ദിവസം നമുക്ക് വള കിട്ടുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ചിപ്പിക്കൂണാണ് നല്ല ലാഭം. കൂൺ കൃഷിയിലെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് രാധ തൻ്റെ അനുഭവം പങ്കുവയ്ക്കുമ്പോൾ നമുക്കും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ എന്ന് തോന്നിപ്പോകും. എനിക്ക് ഇപ്പോൾ ഈ ഒരു ബെഡിൽ 1.5 കിലത്തിന് മുകളിൽ തന്നെ കിട്ടുന്നത്, കൂടുതൽ തന്നെ കിട്ടുന്നു. അപ്പോൾ എന്തുകൊണ്ടെന്ന് ഞാൻ ബെഡ് ചെയ്യുന്ന കുറച്ച് വലുതാണ്. അപ്പോൾ ബെഡിന് ഉയരം കൂടുന്ന പോലെ വെള്ളം ജാസ്തിയാണ് കിട്ടുന്നത്. അപ്പം ചിലവർ ചെറിയ ബെഡ് ചെയ്യുമ്പോൾ അളവ് കുറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ അതിൽ ഒരു ബെഡിൽ ഇപ്പോൾ 1 കിലോന് ഞാൻ 400 രൂപയ്ക്കാണ് കൊടുക്കുന്നില്ലത്. അപ്പോൾ അത് ചിലവർ 500 രൂപ കൊടുക്കുന്നതും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബെഡിൽ 1.5 കിലോ തന്നെ പിടിക്കുന്നുണ്ട്. 1 കിലോ പിടിച്ചാൽ തന്നെ നമുക്ക് നല്ല ലാഭമാണ്. ആകെ ഒരു 150 രൂപയുടെ ഉള്ളിലാണ് നമുക്ക് ചിലവ് നിൽക്കുന്നത്. ജോലിക്ക് ആളെ വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ടായാലും 150 കൂടുതൽ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 1 കിലോ 400 രൂപ കിട്ടിയാൽ 250 രൂപ നമുക്ക് ലാഭം തന്നെ. അപ്പോൾ അത് ഇപ്പോൾ ഒരു 50 ബെഡ് ഉണ്ടെങ്കിൽ നമുക്ക് 25,000 രൂപ മിനിമം എൻ്റെ അനുഭവത്തിൽ ഞങ്ങൾക്ക് കിട്ടീന്. 50 ബെഡ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ കണക്ക് നോക്കി ഞങ്ങൾക്ക് 25,000 രൂപ ഞങ്ങൾക്ക് വരുമാനം 1 മാസത്തിൽ കിട്ടീന്. അതുകൊണ്ട് ഇത് എല്ലാം കൊണ്ടും ഇത് സക്സസ് ആണ് ഈ കൃഷി. നമുക്ക് ഒരു സ്ത്രീകൾക്ക് ഏറ്റവും നല്ലത്. നമ്മൾ ഏതിനും പുറമെ പോകുമ്പോഴേക്കും ഒരു 4 പാക്കറ്റ് നമ്മൾ ബാഗിൽ വെച്ചാൽ ആരെ കയ്യിലും ഇങ്ങനെ കാണിച്ചാൽ അവർ എടുക്കുന്നു. അപ്പം നമുക്ക് പോയ വണ്ടി ചെലവും കൂടി നമുക്ക് കിട്ടുന്നത് കൊണ്ട് അപ്പം നമ്മുടെ കയ്യിൽ പൈസക്ക് ഒരു മുതിട്ട് വരുന്നില്ല. അപ്പം എൻ്റെ അനുഭവമാണ് ഇത്. അപ്പം എല്ലാവർക്കും ഇങ്ങനെയാണെന്നില്ല. അപ്പോൾ നമ്മളെ പരിശ്രമം എങ്ങനെയുണ്ട് അതിനനുസരിച്ചിട്ട് ഈ കൃഷിയില്ലത്. കൂൺ കൃഷിയിലെ രാധാരഹസ്യം തൻ്റെ ഭർത്താവ് മോഹൻകുമാറിൻ്റെയും മക്കളുടെയും നിരന്തരമായ പിന്തുണയാണെന്ന് രാധ അഭിമാനപൂർവ്വം പറയുന്നു. എൻ്റെ ഭർത്താവാണ് മോഹൻകുമാർ. അവർ ഞങ്ങൾക്ക് നല്ല ഇത് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് മുമ്പിലോട്ട് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുന്നത്. കുട്ടികളും ഭർത്താവും എല്ലാം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ കൂണ് പറിച്ചിട്ട് പാക്കാക്കി കൊടുത്താലും അവർ കൊണ്ട് മാർക്കറ്റിംഗ് ചെയ്തിട്ട് വരും. അപ്പം ആൾക്കാർ വിളിച്ച് കേൾക്കുന്നത്, അപ്പം നമുക്ക് കൊടുക്കാനില്ല, എത്തുന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് പരമാവധി നമ്മൾ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇപ്പം കഴിയുന്ന പോലെ ഇപ്പോൾ എത്തിച്ച് കൊടുക്കാൻ നോക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഇനി ഡിമാൻഡ് ഭയങ്കര ഡിമാൻഡ് തന്നെ. മാർക്കറ്റ് നല്ല ഇതുണ്ട്, മുമ്പത്തെ പോലെ ഒന്നുമല്ല. ഇപ്പോൾ എല്ലാവർക്കും ആൾക്കാർ കൂടുതൽ തുടങ്ങി എത്ര കൂടുതൽ മാർക്കറ്റിംഗ് വരുന്നുണ്ട്. എല്ലാവർക്കും ഇതിനെ ഇതാക്കാൻ പറ്റുന്നത്, എല്ലാവർക്കും എത്തിക്കാൻ പറ്റുന്നത് ഇതിൻ്റെ നല്ല കാര്യങ്ങൾ, ഗുണങ്ങൾ പറഞ്ഞിപ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് കോൾ ചെയ്തിട്ട് വാങ്ങുന്നുണ്ട്. നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും അറിഞ്ഞു. അപ്പോൾ അതുകൊണ്ടൊന്നും ഇപ്പോൾ കോൾ ചെയ്തിട്ടാണ് കേൾക്കല്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കൊണ്ടു കൊടുക്കുന്നതാണ് പാക്കേജ്. സ്കൂൾ കൂടുതലും പതിയെടുക്കാൻ കാസർഗോഡ് സ്കൂൾ സൈറ്റ് കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ കടയിൽ പിന്നെ ആൾക്കാരിങ്ങനെ വിളിച്ച് ചോദിക്കും. ഏറ്റവും കൂടുതൽ വിൽപ്പനയ്ക്ക് ശേഷം മിച്ചം വരുന്ന കൂണുകളെ ഉണക്കി സൂക്ഷിച്ചും മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയും രാധ തൻ്റെ വരുമാനം ഇരട്ടിപ്പിക്കുന്നു. മുമ്പ് നമുക്ക് 40 പാക്കറ്റ് നമ്മൾ ഇന്ന് ചെയ്തിട്ട് കാസർഗോഡ് വരെ കൊണ്ടുപോയി തിരിച്ച് 2 പാക്കറ്റാണ് നമ്മൾ വിറ്റ് വിളിച്ചിട്ട് ബാക്കി അങ്ങനെ 38 പാക്കറ്റ് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ഉണക്കി ഡ്രൈ ആക്കിയിട്ട് വെച്ചിട്ടാണ്. പിന്നെ കുറച്ച് അച്ചാർ ചെയ്തു. അച്ചാറും നല്ല പോന്നുണ്ടായി. ഇപ്പോൾ കുറച്ച് ഡ്രൈ മഷ്റൂം, ഡ്രൈ പൗഡർ, പ്രോട്ടീൻ പൗഡർ, സൂപ്പ് പൗഡർ ഇതെല്ലാം ചെയ്തുകൊണ്ട് ഇപ്പോൾ അതെല്ലാം നമുക്ക് കുറച്ച് ബാക്കിയുണ്ട്. അങ്ങനെ നമുക്ക് തീർക്കാൻ പറ്റുന്നു ഇങ്ങനത്തെ വാല്യൂ അഡീഷനെല്ലാം ചെയ്താൽ. ഇപ്പോൾ മഷ്റൂം നമുക്ക് വേണ്ട പോലെ ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്ക് മറ്റേ ജോലി ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിൽ തന്നെ ഇറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്
വിജയം ഒരു 3 ചേരുവ വിഭവമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് രാധ. പരിശ്രമം, സമർപ്പണം, വിനയം, ഇത് 3 ചേർന്നാൽ വിജയം സുനിശ്ചിതം. മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക് രാധയ്ക്കും കുടുംബത്തിനും കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.